ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബർ 30 ആണെന്ന് തോന്നുന്നു, 30 എനിക്ക് പെട്ടെന്ന് ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ വന്നു. അതൊരു ഫ്രൈഡേ ആയിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രൈഡേ ആയിരുന്നു. അപ്പം സാറ്റർഡേ രാവിലെ ഈ നാരായണയുടെ ഒരു ക്ലിനിക്ക്, നാരായണ ഹോസ്പിറ്റൽ ക്ലിനിക്ക് അടുത്തുണ്ട്. അവിടെ ക്ലിനിക്കിലോട്ട് കൊണ്ടുപോയി. പക്ഷേ അവിടെ ഡോക്ടേഴ്സ് നോക്കി ഡയഗ്നോസ് ചെയ്തിട്ടൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. മാത്രമല്ല ഞാൻ അൺകോൺഷ്യസ് ഒക്കെ ആകുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാരായണയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്, HS-R ലേഔട്ട് എന്ന് പറയും. ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം HS-R ലേഔട്ട്. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തിട്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു MRI സ്കാനിങ് വല്ലതും ഒന്ന് ചെയ്താൽ കൊള്ളാം, അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് അറിയാമല്ലോ പിക്ചർ. പക്ഷേ അവിടെ MRI സ്കാനിങ് ഉള്ള ഫെസിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ക്രിസ്റ്റിന, ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അവിടുത്തെ എല്ലാ മലയാളി കമ്മ്യൂണിറ്റി, വർത്തമാന കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ക്രിസ്റ്റിന, എനിക്ക് തോന്നുന്നു റെനിയും മെർലി, അവരാണ് സെക്രട്ടറിയുടെ വൈഫ്. അവരെ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അവരറിഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, MRI എടുക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ MRI ഫെസിലിറ്റി ഇല്ല. ഇവരുടെ മെയിൻ ഹോസ്പിറ്റലുണ്ട്, നാരായണ ഹൃദ്വാലയ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ്. അവിടെയൊക്കെയാണ് ഫുൾ ഫെസിലിറ്റി ഉണ്ട്, മെയിൻ ഹോസ്പിറ്റലാണ്. അപ്പം റെനി അച്ഛനോടും ഞങ്ങളുടെ അന്നിരുന്ന സജി ജോസഫ് അച്ഛനോടും വിളിച്ച് പറഞ്ഞതുപോലെ ഇങ്ങനെ നമുക്ക് മെയിൻ ഹോസ്പിറ്റലോട്ട് ഫിലിപ്പിനെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അച്ഛൻ അവിടുത്തെ 2 ന്യൂറോ ഡോക്ടേഴ്സിനെ അറിയാമായിരുന്നു. അച്ഛൻ അവരെ വിളിച്ച് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ എന്നെ HR ബ്രാഞ്ചിൽ നിന്ന് മെയിൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ഇതുപോലെ MRI ചെയ്തപ്പോൾ തന്നെ അവർ കണ്ടുപിടിച്ച് ട്യൂമറുണ്ട്, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ ക്രിട്ടിക്കലാണെന്ന് അവർക്ക് തോന്നിയുകൊണ്ട് അവർ മെഡിക്കൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു. എന്ന് പറഞ്ഞു ഉടനെ തന്നെ നമുക്ക് ഓപ്പറേഷൻ നടത്തണം. ഇത് ശനിയാഴ്ച രാത്രിയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഓപ്പറേഷൻ്റെ അല്ല, മൺഡേ തന്നെ അപ്പോൾ ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനിച്ചു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ അനസ്തേഷ്യയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബോധാവസ്ഥയിലോട്ടാകുന്നത്. അപ്പോൾ ഞാൻ കൃഷ്ണനോട്, ഞാനിപ്പോൾ കിടക്കുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. എനിക്കെന്നാൽ എന്തോ ആണെന്ന് മനസ്സിലായില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകുന്നതൊന്നും ഞാൻ അത്രയും കോൺഷ്യസ് അല്ലായിരുന്നു, ഫുള്ളി കോൺഷ്യസ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല എന്തോ നടന്നതെന്ന്. കാരണം നമുക്ക് സിംറ്റംസും ഇല്ല, അസുഖവും ഇല്ല, ഒന്നുമില്ലായിരുന്നു. നിപ്പിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഞാൻ കൃഷ്ണനോട് ചോദിച്ചു എന്തുവാ സംഭവിച്ചത്. അപ്പോൾ കൃഷ്ണൻ ഇതുപോലെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു, ബ്രെയിൻ ട്യൂമറായിരുന്നു. ഞാനങ്ങ് സ്റ്റണ്ടായിപ്പോയി. കാരണം ബോഡിക്ക് നമുക്ക് സിംറ്റമും ഇല്ല, ഒരു അസുഖവും ഇല്ല, ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത്രയൊക്കെ സംഭവിച്ചത് കേട്ടപ്പോൾ ഞാനങ്ങ് സ്റ്റണ്ടായിപ്പോയി. അപ്പം ഒന്നാമത് ഹെവി ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത് തന്നെ നമ്മൾ പകുതി ഉറക്കത്തിലാണ് ഒന്നാമതേ. അപ്പോൾ വളരെ ചെറുകയാണ് ഈ ബോധത്തിലോട്ട് വരുന്നത്. അപ്പോൾ ബോധത്തിലോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരീരത്തിനൊക്കെ വളരെ ബലഹീനത എനിക്ക് അനുഭവപ്പെട്ടു. ഫുള്ളി അങ്ങ് ഒരു ബോഡിക്കൊന്നും ഒരു ബലമില്ലാന്ന് തോന്നുന്നു. അപ്പോഴത്തേന് കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ബോധം ഇങ്ങനെ വന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സ്. അതായത് നമ്മൾ കട്ടിലെ കിടക്കുകയാണ്, കട്ടിലൊന്നും എഴുന്നേക്കാനുള്ള ആരോഗ്യമില്ല, ബോഡിക്കൊന്നും ഒരു ബലമില്ല. ഈ ബ്രെയിൻ സർജറിയൊക്കെ അത്ര മെയിൻ ഓപ്പറേഷൻ്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ നെഗറ്റീവ് തോട്ട്സ് ഒത്തിരി എനിക്കിങ്ങനെ വരികയാണ്. അതായത് സാധാരണ ഒന്ന് പറയടാ, നീ വിശ്വാസിയായിട്ടൊക്കെ ജീവിക്കാൻ ചെയ്യുന്നപ്പോൾ നിന്നെ കൈവിട്ടോ, ഇത്രയും നിനക്കിപ്പോൾ ശരീരമൊക്കെ നിൻ്റെ ഒത്തിരി ബലഹീനമായി പോയല്ലോ, ദൈവം തമ്പുരാൻ നിന്നെ കൈവിട്ടോ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇങ്ങനെ നമ്മുടെ ഫെയ്ത്തിലുള്ള അറ്റാക്ക് ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല. മാത്രമല്ല എനിക്കന്ന് പകുതി ഉറക്കത്തിലാണോ, ബോധം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയാം അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എൻ്റെ അബോധ മനസ്സ്, അതായത് നമ്മുടെ സബ് മൈൻഡ് ഒരു അല്പം കൂടെ ക്ലിയർ ആയിരുന്നു. സബ് മൈൻഡ് ഫൈറ്റ് ബാക്ക് ഇത് സാധാരണ ചുമ്മാ അതിൻ്റെ വിശ്വാസം കളയാനുള്ള ഡിസീവിങ് ടാക്ടിക്സ് ആണ്. ഫൈറ്റ് ബാക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എന്ത് പറഞ്ഞിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്കറിയാത്തോളം എൻ്റെ ബോഡി വളരെ വീക്കാണ്. അതുതന്നെ സാധാരണ എൻ്റെ ബോഡി മുഴുവൻ ബലഹീനമായിപ്പോയി. അപ്പം ദൈവം ഇപ്പോൾ എന്നെ കൈവിട്ട് എന്തോ പറയണമെന്ന് എനിക്കറിയാനും വയ്യ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് 1-2 പോയിൻറ്റ്സ് തരണേ, ഇവനെ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ, എനിക്ക് തിരിച്ച് കൗണ്ടർ ചെയ്യാൻ 2-3 പോയിൻറ്റ്സ് തരണേ. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇപ്പോൾ ഒരാൾ വന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് പറയാം നിൻ്റെ ശരീരം മുഴുവനായിട്ട് ബലഹീനമായിപ്പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്കഷൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ അളവുകോൽ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതമാണ്. ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിൻ്റെ വാതിലും ദൈവവും ഞങ്ങളുടെ അളവുകോൽ എന്ന് പറയുന്നത് സാൽവേഷൻ ഓഫ് സോളും ഇറ്റേണിറ്റി വിത്ത് ക്രൈസ്റ്റുമാണ്. അല്ലാതെ ഈ ലോകത്തിലെ ജീവിതമല്ല. അതുകൊണ്ട് ഇഫ് യു ഹാവ് അക്സെപ്റ്റഡ് ജീസസ് ആസ് യുവർ ക്രൈസ്റ്റ് സേവർ, യു ആർ എലിജിബിൾ ഫോർ ഇറ്റേണൽ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ഇറ്റേണൽ ലൈഫ് വിത്ത് ക്രൈസ്റ്റ് നിനക്കുണ്ടെങ്കിൽ കേട്ടോ, നീ വെറിയേണ്ട കാര്യമില്ല.
അതാണ് ഒരു മനുഷ്യന് ഒരൊറ്റ കാര്യമുള്ള ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ. ഇറ്റേണൽ ലൈഫ് നിനക്ക് ഷുവറാണോ, നീ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ ചെറിയ സമയത്തേക്കുള്ള ആലോചനകളാണ്. ഞാൻ പറഞ്ഞു ദൈവം എന്ന് പറയാം, എനിക്കൊരു എക്സാമ്പിളോടൊന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് കൂടെ മനസ്സിലായി. അത് എനിക്കിത് ഹി മേഡ് മീ അണ്ടർസ്റ്റാൻഡ്. അതായത് ഇപ്പം ഒരു ഫാമിലി ഒരു വീട് മേടിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വീട് വെച്ചു എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ബാംഗ്ലൂർ സ്ഥിരം ഈ ആൾക്കാർ അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും അങ്ങനത്തെ ചിന്ത എനിക്ക് തന്നത്. ഒരു ഫാമിലി ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ വീട് മേടിച്ചു, എത്ര നാൾ ആ വീട്ടിൽ താമസിക്കാൻ പറ്റും ഫാമിലിക്ക്? ഒന്ന് 30, 40, 50 അല്ലെ മാക്സിമം ഒരു 60 വർഷം. അതിൽ കൂടുതൽ നമുക്കൊരു ലൈഫില്ല, നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി ഇല്ല ഈ ലോകത്തിൽ. എന്നാൽ ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ 50 അല്ല, 500 അല്ല, 5000 അല്ല, സമയം അങ്ങനെ പോവുകയാണ്. അത്രയും ടൈം വാല്യൂ ഹൈ ആയതുകൊണ്ട് വെൻ കമ്പയർഡ് ടു ഇറ്റേണിറ്റി വിത്ത് ക്രൈസ്റ്റ്, ഈ ലോകത്തിലെ ബുദ്ധിമുട്ടായ ദാറ്റ് ഇസ് നത്തിങ്. സോ ഇഫ് യു അക്സെപ്റ്റഡ് ലോർഡ് ആസ് ജീസസ് ആൻഡ് സേവിയർ ആൻഡ് ഇഫ് യു ആർ ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റേണൽ ലൈഫ്, ഇതൊന്നുമില്ല. ഇത് വിഷമിക്കേണ്ട. മാത്രമല്ല യോബിൻ്റെ കാര്യം പോലെ ദൈവം എടുത്തെങ്കിൽ ദൈവത്തിൽ തരാനും മൾട്ടിപ്ലൈ ചെയ്ത് തരാൻ ദൈവം കഴിവുള്ളവനാണ്. നീ വിഷമിക്കേണ്ടെന്ന പോയിൻറ്റ്സ് എനിക്ക് മനസ്സിലാക്കി തന്നു. അതൊരു വലിയ കാര്യമായിരുന്നു. എനിക്ക് ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള കറക്റ്റ് പോയിൻ്റായിരുന്നു. പിന്നെ സാത്താൻ ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ നെഗറ്റീവ് ചെയ്യുന്നതോളം ഞാൻ പറഞ്ഞു, സാധാരണ എൻ്റെ ഹെൽത്ത് ക്രഷ്ഡായാലും എൻ്റെ എന്തോ സംഭവിച്ചാൽ എനിക്ക് എൻ്റെ ദൈവം നിനക്ക് പോകാം. പിന്നെ ഇത്രയും നെഗറ്റീവ് പോയിൻറ്റ്സ് എനിക്ക് കൊണ്ടുവന്നിട്ട് അറ്റാക്ക് വന്നിട്ടില്ല. അതൊരു വലിയ പോയിൻറ്റ്സ് എനിക്ക് മനസ്സിലാക്കി തന്നു ആക്ച്വലി. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഒരു ബിലീവർ അല്ലെങ്കിൽ ഒരു ദൈവത്തിന് ഇതുപോലെ കഷ്ടത വരുന്നത്? നമുക്ക് ഈ കഷ്ടത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ പഴയ നിയമത്തിലെ യോബിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. യോബിൻ്റെ കൂടെ തന്നെ കഷ്ടതയിലായ ഒരു മനുഷ്യനാണ്, അതാണ് ജോസഫ് ആക്ച്വലി നീതിവാനായിരുന്നു. ജോസഫിൻ്റെ ഒരു കുറ്റവും ഇല്ലാതെ സഹോദരന്മാരെല്ലാം പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് ഈജിപ്തിലോട്ടുള്ള ആൾക്കാരുടെ കൂടെ അവനെ വേലക്കാരനായിട്ട് വിറ്റു. അവൻ പൊത്തിഫാറിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ഒത്തിരി ടെസ്റ്റ് ഉണ്ടായി. അവൻ ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു. എന്നിട്ടും അവനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. ഇങ്ങനെയാണ് ദൈവം ഒരു നീതിമായ മനുഷ്യനെ കൈകാര്യം ചെയ്തത്. കാരാഗ്രഹത്തിന് കഠിന ശിക്ഷയായിരുന്നു. അതായത് അവന് കാരാഗ്രഹത്തിലായിട്ടും അവൻ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. അവൻ്റെ കാലയിലൊക്കെ ചങ്ങല ബന്ധിച്ചേക്കുമായിരുന്നു. അപ്പം വളരെ കഠിന ശിക്ഷയാണ്. അവന് 10-13 വർഷം നമ്മൾ മനസ്സിലാക്കുന്ന കാരാഗ്രഹത്തിൽ കിടന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കറക്റ്റൊരു ആൻസർ ബൈബിളിൽ തരുന്നുണ്ട്. അതായത് 105 സങ്കീർത്തനം 9 വാക്യമാണെന്ന് തോന്നുന്നു. അല്ല 9 അല്ലേ? 105 വാക്യത്തിൽ 105 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, യോസഫിൻ്റെ ശോധന തീരുവോളം അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു? അവൻ നീതിമാനായത്. പക്ഷേ ദൈവത്തിൻ്റെ സ്കെയിലിൽ അവനൊരല്പം കൂടെ ഫെയ്ത്ത്, ഒരല്പം കൂടെ ശുദ്ധീകരണം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവന് കഷ്ടത വന്നത്. അപ്പം നമുക്ക് ബുദ്ധിപരമായി ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് വിശ്വാസത്തിൽ അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് കഷ്ടത വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് അല്പം കൂടെ കൂട്ടാൻ വേണ്ടിയാണ് ദൈവം കഷ്ടത തരുന്നത്. നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ പ്യൂരിറ്റി അല്പം കൂടെ കൂട്ടാൻ വേണ്ടി തന്നെയാണ് ദൈവം കഷ്ടത തരുന്നത്. അത് നമ്മൾ വിശ്വാസത്താൽ അംഗീകരിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതും എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ കഷ്ടതയിൽ കൂടെ പോവുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം കാക്കാൻ നിങ്ങളെല്ലാ പ്രാർത്ഥനയൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത്ര നാളെ ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. എന്നാൽ ജനുവരി ചിലപ്പം ഓഫീസിലോട്ട് പോകണമെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, തുടർന്നും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി, ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്.